ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പാക്കും അനിയത്തിക്കും കൊടുത്തേക്കുന്ന സാധനങ്ങളായിരുന്നു. ഇറച്ചിയറ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ മാങ്ങച്ചാർ, ഉണ്ണിയപ്പം, പിന്നെ വെട്ടപ്പം. അപ്പോൾ വെട്ടപ്പത്തിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ വന്നിട്ട് അതിൽ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അവർക്ക് ഇറച്ചിയറ ഉണ്ടാക്കുന്നതും അതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതും കാണിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇറച്ചിയടിയും അതുപോലെ ഉണ്ണിയപ്പം കൂടി ഉണ്ടാക്കുന്നത് കാണിക്കുമ്പോൾ അത് കുറച്ച് വലിയ വീഡിയോ ആയിട്ട് പോകും, ലെങ്ത്ത് കൂടി പോകും. അപ്പോൾ അത് കാരണം നമുക്ക് ഉണ്ണിയപ്പം ഇന്ന് കാണിക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇറച്ചിയടിയും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, കുറച്ച് സാധനങ്ങൾ മതി. അതുമാത്രമല്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ് ഈ ഉണ്ണിയപ്പത്തിന്. അതുപോലെ ഞാൻ പറയണ അതേ അളവിൽ നിങ്ങൾ സാധനങ്ങൾ എടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുക. ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും കൊടുത്തത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അടക്കം ചോദിക്കും, അത്രയും നല്ലതാണ്. ഞാൻ 100% പറയുന്നത് നല്ല ഉണ്ണിയപ്പമാണ്. ഞാൻ പറയണ അതേ അളവിൽ നിങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഹൈപ്പും ചെയ്തോളൂ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ റവയാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് അധികമാണ് ഉണ്ടാക്കുന്നത്, അത് കാരണം ഞാൻ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അളവുകളായിട്ട് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു 100-150 ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കപ്പ്, നമ്മുടെ 250 ഗ്രാമിൻ്റെ ഒരു കപ്പ് റവ എടുക്കുക. അതുപോലെ 1 കപ്പ് അരിപ്പൊടി എടുക്കുക, പിന്നെ 2 കപ്പ് മൈദ എടുക്കുക. അപ്പോൾ ആ ഒരു അളവിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ശർക്കര നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് എത്ര വേണ്ടത് അത്ര എടുക്കാം. അപ്പോൾ റവ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. റവ എടുത്തതിൻ്റെ ശേഷം നമ്മൾ തിളച്ച ശർക്കര നമ്മൾ പാനിയാക്കി എടുക്കൂല, ആ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതിൽ കിടന്നിട്ട് റവ ഒന്ന് വെന്ത് വരണം. പിന്നെ നമുക്ക് അടച്ച് വെക്കുക, ചൂടാറിയതിൻ്റെ ശേഷം എടുത്താൽ മതി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഇതാ റവ ഒക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു കപ്പ് കൊണ്ട് ഞാൻ 4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ കുറച്ചധികം വേണം കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത് കാരണം 4 കപ്പ് മൈദയും 1 കപ്പ് അരിപ്പൊടി. അപ്പോൾ അരിപ്പൊടി 1 കപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അരിപ്പൊടി കൂടുതലായാൽ ഇത് നല്ല ഹാർഡായി പോവും. നമുക്ക് സോഫ്റ്റായി ഉണ്ണിയപ്പം വേണമെങ്കിൽ മൈദയാണ് കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ അതാ പപ്പടം. അപ്പോൾ ഒരു 5 പപ്പടം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ പപ്പടം കൂടി ഒന്ന് കൈവച്ച് തിരുമ്മിയിട്ട് അതിൽ കുഴിച്ച് കൊടുക്കുക. ഇനി ചെയ്യാൻ പോണ കാര്യം ചിലവർക്കൊന്നും ഇഷ്ടാവുണ്ടാവില്ല, പക്ഷെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് എങ്ങനെ കുഴിച്ചെടുത്താലും ആ ഒരു ഇതായിട്ട് കട്ടകളൊന്നും അടഞ്ഞു പോരില്ല. അപ്പോൾ അത് കാരണം ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ കൈ നല്ല വൃത്തിയിൽ കഴുകിയ പിന്നെ എന്താ മേടിക്കാനുള്ളത്. അപ്പോൾ അത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഫോർക്ക് വെച്ചിട്ട് എന്ത് വെച്ചിട്ടും വിസ്ക് വെച്ചിട്ട് എങ്ങനെ ഇട്ടിട്ട് നമ്മളത് കലക്കിയെടുത്താലും കട്ടകൾ കുത്തിയിട്ട് വരും. അപ്പോൾ അത് കാരണം ഞാൻ കൈവച്ചിട്ട് തന്നെയാണ് കേട്ടോ കുഴച്ചെടുക്കാറുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം കുറച്ചീശായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്നിതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കരുത് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് വെള്ളം കുറവാണെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ അങ്ങനെയാണ് കുറച്ചീശ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അല്ലാതെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടൊക്കെ ഇളക്കിയെടുത്താലും ഇതുപോലെ ആയി വരില്ല. നമ്മൾ കട്ടകളെല്ലാം അത് മാറ്റിയെടുക്കണം. ഇനി നമുക്ക് കണ്ടില്ലേ, ഇനി ഒരു കയ്യിൽ വെച്ചിട്ട് കൊടുത്താലും കുഴപ്പമില്ല, നമുക്ക് ആ കട്ടകളൊക്കെ ഒന്ന് മാറി വരും. ഇനി അത് അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 4-5 മണിക്കൂർ വെക്കാറുണ്ട്. ഇപ്രാവശ്യം 4 മണിക്കൂറാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് എടുത്തു അതിലേക്ക് ഏലക്ക പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ജീരകം, നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് പൊടിക്കണമെന്നില്ല കേട്ടോ. നല്ല ജീരകം കൈ വെച്ച് തിരുമ്മിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്ത്. പിന്നെ നാളികേരം, അപ്പോൾ അത് വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് അതും ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ നെയ്യ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് നെയ്യൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും നെയ്യിൽ തന്നെ വറുത്തിട്ടോളൂ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക, ഇതെല്ലാം കൂടി ഒന്ന് ശരിയായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അപ്പസോഡ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കണില്ല. അതിനാണ് നമ്മൾ പപ്പടം ചേർത്തേക്കണത്. പിന്നെ പഴം ചേർക്കണില്ല കേട്ടോ, നമുക്ക് കൊടുത്തയക്കാനുള്ളതല്ലേ. അപ്പോൾ പെട്ടെന്ന് നാശമായി പോവും. അപ്പോൾ ഇത് 3-4 ദിവസം എന്തായാലും ഇരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോൾ കുറച്ച് ഒരു കട്ടി കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ലൂസാകാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിക്കാനുള്ള ഉണ്ണിയപ്പം ചുട്ടെടുക്കണമല്ലോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര രുചിയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയിലാണോ ഓയിലാണോ അതോ നെയ്യിലാണോ ഉണ്ടാക്കണമെന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ എന്തായാലും വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ആ വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഉണ്ണിയപ്പത്തിനുണ്ടല്ലോ, വേറെ ഒന്നും പറയാനില്ല അല്ലേ. പിന്നെ അതും കുറച്ച് കട്ടൻ ചായയും കൂടി കുടിക്കുക. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു കുഴി നിറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ, മുക്കാലായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് നിറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തത്. പിന്നെ കൊടുത്തയക്കാനല്ലേ, ഓരോരുത്തർക്ക് കൊടുക്കാനും ഉണ്ടാവും. അപ്പോൾ ചെറുത് 1-2 കൊടുക്കണം, കണ്ട് നല്ല വലുത് 2 കൊടുത്താലും അവർക്കൊന്ന് കഴിക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം കുറച്ച് വലുതാക്കിയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കണത്. പിന്നെ എൻ്റെ കരകലപ്പ ചട്ടി ഈ പഴയതാണ് കേട്ടോ, കുറേ വർഷങ്ങൾ മുന്നേ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റേതായ കുഴിയുടെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും.
അല്ല ഇപ്പോഴത്തേന്നൊക്കെ പറയുമ്പോൾ വേറെ നല്ല ഷേപ്പുള്ളതൊക്കെ ആണല്ലോ. അപ്പോൾ കുറച്ച് വലിപ്പം കുറവാണ്. അപ്പോൾ അതിൻ്റേതായ കുറവുകളും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതിനൊരു 10-25 വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു ഉണ്ണിയപ്പ ചട്ടിക്ക്. അപ്പോൾ ഉമ്മൊക്കെ പണ്ട് മേടിച്ച് വെച്ചതാണ്. അപ്പോൾ ഉമ്മ അടിപൊളിയായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുമെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അളവിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നന്നായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുക. അതുപോലെ ആരെങ്കിലും ഒരാൾ നിങ്ങൾ ഉണ്ണിയപ്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെടുത്ത് ചോദിക്കും ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന്. അത് ഉറപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അളവിലെടുത്താൽ മതി. 1 കപ്പ് റവ, 1 കപ്പ് അരിപ്പൊടി, 2 കപ്പ് മൈദ. അപ്പോൾ ഇതേ അളവിലെടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾക്ക് നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അളവ് മറക്കണ്ട. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ശരിയാവുകയാണെങ്കിൽ എന്തായാലും എനിക്ക് കമൻറ്റിൽ വന്ന് പറയണേ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മുടെ ഉണ്ണിയപ്പതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പപ്പട കമ്പി വെച്ചിട്ട് കുത്തിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയിട്ട് നമ്മൾ ഒരു അരിപ്പ് പാത്രത്തിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള എണ്ണകൾ പോവുകയും ചെയ്യും. നമുക്കിങ്ങനെ കോരിയെടുക്കാൻ പെട്ടെന്ന് ആവുകയും ചെയ്യും. അപ്പോൾ അത് അങ്ങനെ പപ്പട കമ്പി കൊണ്ട് ഇങ്ങനെ കോരിയെടുക്കുകയും ചെയ്യുക, കുത്തിയെടുക്കുകയും ചെയ്യുക. അപ്പോൾ ആദ്യത്തേതായിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ രണ്ടാമത് ഞാൻ അങ്ങനെ ആ കുഴി നിറച്ച് കൊടുക്കണില്ല കേട്ടോ. അതൊരു 3/4 ഭാഗമാക്കിയിട്ട് നിർത്തുകയാണ്. അപ്പോൾ പിന്നെ ഒന്നും കൂടി വീർത്ത് വരുമ്പോൾ നമുക്ക് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പായി വരും. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ടത് ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് അറിയാത്തവരുണ്ടാവില്ലേ, അവർക്ക് മനസ്സിലാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ ചുട്ടെടുക്കാം. നാളികേരക്കൊത്ത് കുറച്ച് അധികം ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എന്നാലാണ് നമുക്ക് ഉണ്ണിയപ്പം കഴിക്കുന്ന സമയത്ത് നാളികേരം കൂടി കടിക്കാൻ കിട്ടുക. അപ്പം ഞാനിതാ ഒരു നാളികേരം എടുത്തിട്ടുണ്ടായിരുന്നു, ചെറുതാണ്. ഒരു നാളികേരം അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കൊപ്രയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്ക് കൊപ്ര തേങ്ങ കിട്ടിയില്ല കേട്ടോ. എനിക്ക് നല്ലൊരു തേങ്ങ കിട്ടിയത്. അപ്പോൾ അത് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇനി ഉണ്ണിയപ്പത്തിന് അരി വെള്ളത്തിലിടാൻ മറക്കുക അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ അതാ അടുത്തതും കൂടി ആയി വരുന്നുണ്ട്. ഇനി അത് ഇതുപോലെ പപ്പട കമ്പി വെച്ചിട്ട് നമുക്ക് കുത്തിയെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇപ്പം ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കണതാണെങ്കിൽ നിങ്ങൾക്ക് പപ്പടത്തിൻ്റെ പകരം പാളയംകുടം പഴം അങ്ങനെ ഏതെങ്കിലും പഴങ്ങളൊക്കെ വെച്ചിട്ട് അതും കൂടി ഞെരടി കൊടുത്താൽ മതി. അപ്പോൾ അതും വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് പപ്പടത്തിൽ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിരിക്കുന്നത്. ആ പഴം കൊണ്ട് ഉണ്ടാക്കുമ്പോൾ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ നമ്മൾ കുറച്ചധികം ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉണ്ണിയപ്പം മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്, വെട്ടപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് പോയി കണ്ടോളൂ. പിന്നെ മാങ്ങാച്ചാറാണ് ഉണ്ടാക്കിയത്, പിന്നെ ഇറച്ചിയടയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് പോലെ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇറച്ചിയടിയും അതുപോലെ മാങ്ങാച്ചാറും അത് ഞാൻ അടുത്ത വീഡിയോ ഇട്ടിടാം കേട്ടോ. അപ്പോൾ അതാ ഉണ്ണിയപ്പമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഉണ്ണിയപ്പം ചൂടാനൊന്നും അത്ര പണിയില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറേ അധികം ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഉണ്ട്. അത് അപ്പുറത്താണ്, ഈ ഒരു ചെറിയ തളികയിൽ ഇതൊന്നും കൊള്ളണില്ല. അപ്പോൾ അത് കാരണം അത് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ അത് കണ്ടില്ലേ, നമ്മൾ നല്ല ഉണ്ണിയപ്പമാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. ഇനി ഇതൊന്ന് പൊട്ടിച്ചും കൂടി കാണിച്ചു തരണ്ടേ. നിങ്ങൾക്ക് ഉള്ളിൽ നല്ല ആരെടുത്ത ഉണ്ണിയപ്പമാണ്. ഇതാ പൊട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല ഷേപ്പൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ പൊട്ടിച്ച് നോക്കുമ്പോൾ നോക്കിയൊക്കെ ഉള്ളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചില ഉണ്ണിയപ്പം ഉള്ളിൽ വേവില്ല കേട്ടോ, നമ്മൾ പെട്ടെന്ന് മറിച്ചെടുക്കണ കാരണമാണ്. അപ്പോൾ ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ, കുറച്ച് മീഡിയത്തിൽ വെക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.